ജലീല ആ എന്തേ അവിടെ നിൽക്കാൻ എന്നോട് ഒരു കാര്യം പറയാനുണ്ട്. അല്ല ജലീലെ, എൻ്റെ കല്യാണക്കാര്യം എന്തെങ്കിലും ശരിയായോ? എൻ്റെ കാറപ്പിൽ നല്ലൊരു കാര്യമുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ്. എവിടെ ശരിയാണോന്ന് ശരിയായി. പെണ്ണിപ്പോ ഞാൻ 10 കണ്ട് ഒക്കെ നമ്മളെ നാട്ടുകാർ മുടക്കാണ്. നാട്ടുകാരെ മുടക്കാണ്, അതിനൊക്കെ നമുക്ക് വഴി ഉണ്ടാക്കാം. നാട്ടുകാരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ അടുത്തുണ്ട് കുറച്ച് ദുൽമ, അത് എനിക്ക് അറിയുന്ന കാര്യമാണ്. അതിപ്പോ അതിനകത്തൊന്നും ഇല്ലല്ലോ, അത് വൈകുന്നേരം ചെറുതായിട്ടല്ലേ ഉള്ളൂ. കല്യാണമായ സ്ഥിതിക്ക് ഇജ്ജും വേണം കുറച്ച് ശ്രദ്ധിക്കാം. അല്ല എന്നിട്ട് ഇങ്ങനത്തെ ആൾക്കാരും പെണ്ണിട്ടില്ലേ? പെണ്ണ് കെട്ടിനൊക്കെ ഉണ്ടാവും, നീ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. എനിക്കും വേണ്ട ഒരു പെണ്ണ്. ആ പെണ്ണൊക്കെ വേണം. ഞാനൊരു കാര്യം പറഞ്ഞാൽ അതേമാതിരി ചെയ്യാൻ പറ്റുമോ? എന്താണ് ആ കാര്യം? ഞാൻ ഇന്നലെ ഒരു പെണ്ണ് കാണാൻ പോയിന്ന്. എന്നിട്ട് ആ പെണ്ണിന്റെ പേർക്കാട് ചിലപ്പോൾ 3 നാളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് അന്വേഷിക്കാൻ വരാൻ ചാൻസ് ഉണ്ട്. ആ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണം? അങ്ങാടി അവിടെ വേണം. ആര് വന്നാണ് അന്വേഷിക്കുമ്പോ അവര് ഫസ്റ്റ് ഇങ്ങനെ കാണണ്ടി. അതെ, അവിടെ നിങ്ങൾ എന്താ എന്നെ കുറിച്ച് നന്നാക്കി പറഞ്ഞു കൊടുക്കണം. അത് പിന്നെ പറയാണ്ട്, അത് പിന്നെ എന്നെ പറ്റി പുകഴ്ത്തി പറയില്ല ഞങ്ങൾ ചോദിച്ചു. അത് എനിക്കറിയാം. നിങ്ങൾ വേണമെങ്കിൽ ഒരാളും കൂടെ കൂട്ടിക്കോളി. കൂട്ടൊക്കെ ചോദിച്ചാ, പക്ഷെ പൈസ കുറച്ച് ചെലവാണ്. അതൊന്നും കുഴപ്പമാക്കാൻ തരാന്ന്, കുഴപ്പമൊന്നുമില്ല, അത് ശരി തരാം. കാര്യമൊക്കെ ഞാൻ ചെയ്തോളാം. എടുത്ത പണിക്കേ കാര്യമായിട്ടൊക്കെ ഒന്ന് കണ്ടറിയേണ്ടി വരും. എന്റെ കൂടെ ഒരാളും കൂടെ ഉള്ളതാണ്, മോനക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കേണ്ടി വരും. അതൊന്നും കുഴപ്പമില്ല, ഒക്കെ ഞാൻ റെഡി തരാം. നിങ്ങൾ പറഞ്ഞ ചെയ്താൽ മതി. എന്നാ ഇപ്പൊ എന്താ പ്രശ്നം? എന്നാ ഇപ്പൊ തന്നെ അത് ഒരുങ്ങ, ഞാൻ ഒരാളെ കിട്ടുമോ നോക്കട്ടെ. ഓൻ പറഞ്ഞ പണിക്ക് ഒരാളെ കിട്ടണല്ലോ, അതിനിപ്പൊ ഞാൻ എന്താ ചെയ്യാ? ചേച്ചിനൊന്ന് വിളിച്ചു നോക്കിയാലോ? ഹലോ ചേച്ചിയല്ലേ? ഇപ്പൊ അവിടെ എന്നോടൊരു അത്യാവശ്യം ഒരു കാര്യം പറയാനുണ്ട്. അവിടെ നിൽക്ക്, ഞാൻ ഇപ്പാണ്ട് വരാം. അത് അവിടെ വന്നിട്ട് പറയാം. എന്നാ ആയിക്കോട്ടെ, ഞാൻ അതാ വരുന്നു. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്തെങ്കിലും കാണുന്നു പറഞ്ഞേ? നമുക്ക് ചെറിയൊരു പണിയുണ്ട്. അല്ല, മല്ലി കെട്ടുന്ന പണിയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റൂല കേട്ടാ. മല്ലി കെട്ടുന്ന പണിയൊന്നുമല്ലോടോ, ആനക്ക് കാര്യം കെട്ടുന്ന കേസാണ്. അത് എന്താണ്? അതായത് നമ്മളെ മേമാക്കാന്റെ മോൻ ജലീലുണ്ടല്ലോ, അവനൊരു കല്യാണക്കാരും വന്നിട്ടുണ്ട്. അവൻ ഇതുവരെയായിട്ട് കല്യാണം ശരിയായിട്ടില്ലല്ലോ, ആനക്കറിയാലോ. അതിന് നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് അവനൊരു മാർഗം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താപ്പത്? ഓന്റെ കുരുത്തുകട കൊണ്ടല്ലേ ഓന്റെ കല്യാണം ശരിയാത്തത്? ഇന്നലെ ജയിലിൽ കാണാൻ പോയ പെണ്ണിന്റെ പാർട്ടിക്കാർ ഇന്ന് അന്വേഷിക്കാനേ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങാടിയിൽ നമ്മള് 2 ആളും കൂടി അവിടെ നിൽക്കണം. നമ്മളോട് ആദ്യമാണ് അന്വേഷിക്കേണ്ടത്. അല്ല, നമ്മക്കിപ്പോ അതുകൊണ്ട് എന്താ കാര്യം? അതിനൊക്കെ കാര്യം ഉണ്ടോ? കൂലിക്കായൊക്കെ ഞാൻ വാങ്ങി തരാം. കൂലിക്കായി കിട്ടുകയാണെങ്കിൽ നമുക്കെത്താ പ്രശ്നം? സംഗതി എനിക്ക് മനസ്സിലായി. അവർ വരുമ്പോഴേ അവരെ പറ്റി പുകഴ്ത്തി പറഞ്ഞാ പോരാ, അതല്ല ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത്. അപ്പൊ കാര്യം എനിക്ക് മനസ്സിലായല്ലോ, അതന്നെ ചെയ്യണ്ട. ആയിക്കോട്ടെ. അല്ല, അവരെപ്പോഴാ വരിക? അവര് എപ്പോഴാ വരിക എന്ന് പറയാൻ പറ്റൂല. ചിലപ്പോ ഇപ്പൊ വരും, ചിലപ്പം വൈകുന്നേരം വരും, ഇല്ലെങ്കിലോ നാളെ മറ്റന്നാളോ വരും. എന്തായാലും വേണ്ടില്ല, എനിക്ക് എന്റെ കൂലി പൈസകൾ വാങ്ങി തരണം. അത് ഞാൻ വാങ്ങി തരടോ. എന്ന് വന്നാലും വേണ്ടിയില്ല. എന്നാ അജ്ജ റെഡി ആയിക്കോ, നമ്മളിപ്പോ തന്നെ അങ്ങാടിക്കാണ് പോവാ. ആയിക്കോട്ടെ, ഞാൻ റെഡിയാണ്. ഇതൊക്കെ മാണാക്ക, ആ ചെക്കൻ വളരെ മോശല്ലേ. അതൊന്നും ഇപ്പൊ നോക്കണോ, നമുക്ക് പൈസ ഇട്ടിട്ടല്ലേ. എന്നാ ആയിക്കോട്ടെ, അവിടെ പോയി നോക്ക. എല്ലാ ദ്രോണക്ക ഓല എങ്ങനെ വരിക? കാറിനാവോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് വരുമോ? ഓട്ടോറിക്ഷക്ക് പറ്റില്ല, വരികയാണെങ്കിൽ കാറിന് വരുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ അങ്ങാടി. ഈ ചവിടി നിക്ക, ഞാൻ ഇവിടെ നിക്കാം. അത് നല്ലൊരു ഐഡിയ ആണ്. എന്നാ ഞാൻ പറഞ്ഞ മാതിരി ഇജ്ജ് അവിടെ പോയിന്നാ, ഞാൻ ഇവിടെ നിക്കാം. അങ്ങനെ ചെയ്യാം.
എന്താ ദ്രമക്ക അവരെപ്പോഴാ വരിക? എത്ര നേരമായി നമ്മൾ കാത്തിക്കണേ. എന്നിട്ട് വരിക എന്തേലും കഴിക്കാൻ പോവാ. കഴിച്ചാല് പിന്നെ കഴിച്ച അവിടെ പോയി എപ്പോഴാ വരുമെന്ന് പറയാൻ പറ്റൂല. ചെല്ല ഇതാണ് ആ പറഞ്ഞ സ്ഥലം എന്ന് തോന്നുന്നു. എന്നാ നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കുക. അന്വേഷിച്ച് നോക്കല്ലേ? നിങ്ങൾ ആ ജലീലിന്റെ കല്യാണക്കാരെ അന്വേഷിക്കാൻ വന്ന? അതെ, ആ കച്ചവടം ചെയ്യുന്ന മയമാക്കാന്റെ മോന് ജലീൽ. ഇജ്ജറിയോ ആളെ? നമ്മളറിയില്ല. ഇല്ല, ദ്രമക്ക ഇവിടെ വരി, ആളെത്തി. ആഹാ, ഒറ്റക്ക് തിന്ന ജയിലിന്റെ കല്യാണക്കാരെ അന്വേഷിക്കാൻ പറഞ്ഞ അസല് ചെക്കനാട്ടാ. ഇങ്ങനത്തെ ചെക്കൻ എവിടെയില്ല. ഇപ്പൊ എന്താ പാട്? ചെക്ക ഉസാറല്ലേ? നിങ്ങള് പരിചയമുള്ള ടീമല്ലേ? ഞങ്ങള് പരിചയമുള്ള ടീമാണ്. ഉണ്ടല്ലോ, അടിപൊളിയൊക്കെനല്ലേ. അപ്പൊ ഞങ്ങള് വേറെ ഒന്നും അന്വേഷിക്കണ്ടല്ലോ. നിങ്ങൾ വേറെ ഒന്ന് അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം പെൺകുട്ടിയുടെ കാര്യമാണ്, അതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങൾക്ക് അറിഞ്ഞല്ലേ ഇങ്ങനത്തെ ചെക്കനെ എവിടെയും ഞങ്ങൾക്ക് കിട്ടൂല. നിങ്ങൾ ഇത്രയും ഉറപ്പ് പറഞ്ഞോണ്ട് ഇനിയിപ്പോ വേറെ അന്വേഷണം ഞങ്ങൾക്കില്ല. ഞങ്ങൾ എന്തായാലും പോവാണ്. നിങ്ങൾ ഒരു അന്വേഷിക്കലും വേണ്ട, അത് ഫുൾ ഗ്യാരണ്ടിയാ. അടിപൊളി ചെക്കന. ആ ചെക്കനെ പറ്റിട്ട് ഇവിടെ ആരും ഒരു ദോഷം പറയില്ല. നമുക്ക് ഓക്കെ. ഇപ്പൊ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം അത്രയും പരിചയമുള്ള ആളുകളല്ലേ ഇവര്. ഇനിയിപ്പോ നമുക്ക് വേറെ ആരോടെങ്കിലും അന്വേഷിക്കണോ? എല്ലാവരും ആ മണ്ടി വരവും ആ ഭാവമൊക്കെ കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു പന്തികേടായി തോന്നുന്നുണ്ട്. എന്റെ ഒരു അഭിപ്രായം, നമ്മൾ വേറെ ഒരാളെ വിടുമ്പോൾ അന്വേഷിക്കാം. കല്യാണ കേസല്ലേ? അതെ, ഒറ്റടിക്ക് അവരോട് വിശ്വസിക്കും വേണ്ട. അതെ, ഒരു കുട്ടിയുടെ കാര്യമല്ലേ. നമുക്ക് വേറെ ആരോടെ അന്വേഷിക്കാം. അല്ല നല്ലത്. ആ പോണ കാക്കാനോടൊന്ന് അന്വേഷിച്ച് നോക്കിയാലേ നമ്മള് വലിയ കുട്ടിയെ. ശരിയാണ് കരീമ, നമ്മളെ അവിടെ നിർത്തിയിട്ട് അതിനോടൊന്ന് അന്വേഷിച്ച് നോക്കാം കേട്ടാ. അസ്സലാമലൈക്കും. ചേച്ചേ, ആ, സംഗതി അത് ഏറ്റട്ടാ. ഇനി ഓരോടെ അന്വേഷിക്കാൻ സാധ്യത ഞാൻ അന്വേഷിക്കാൻ സാധ്യതയൊന്നുമില്ല. കുറച്ച് പൈച്ചാലും ഒരു ദിവസം കൊണ്ട് പരിപാടിയാണ്ട് കഴിഞ്ഞു. പോലീസ് 2 ദിവസം മെക്കെട്ടാല് 2 ദിവസത്തിലൊക്കെ ആയിട്ടില്ലേ? കച്ച നിക്ക നിക്ക. ആ തന്തെന്താ പറഞ്ഞു? അയാള് വലിയ പ്രസാദം. ആ തന്ത എന്തേലും പറഞ്ഞിട്ടുണ്ടാവില്ല. അയാളൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ഏതായാലും നമ്മളെ പൈസ പോയി വാങ്ങി. അതന്നെ. ആ എന്നാ ജലീലിന്റെ വരവുണ്ട് കേട്ടാ. നിക്ക് 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 നിക്ക്. അന്നെ തെരഞ്ഞിട്ടാണ് ഞങ്ങള് വരുന്നത്. അല്ല, എന്താ ഞാൻ പറഞ്ഞ കാര്യങ്ങള്? അത് ഞങ്ങൾക്ക് ബർത്ത്ഡേ ചെയ്തിട്ടുണ്ട്. ആ പാർട്ടിക്കാർ വന്നിരുന്നു. ഞാൻ ആ മട്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. പിന്നാരെ മനസ്സാ, രാവിലെ മുതൽ അന്നം വെള്ളം ചെയ്യാതെ ഞങ്ങൾ നിൽക്കല്ലോ. ഇയാളാണെങ്കിൽ എൻ്റെ വെള്ളം കുടിക്കാൻ പോകാനും കൂടി അയക്കാതെ. അത് പറഞ്ഞ ശരി. എങ്ങനെയാ അവിടുന്ന് പോവുക? എപ്പോഴാ പോലും വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാ ഇജ്ജ് പറഞ്ഞ പൈസന്റെ കാട്ടിക്കാം. വിശന്നിട്ടാണ് നിൽക്കാൻ പറ്റില്ല. ഏതായാലാവട്ടെ, ഇതുകൊണ്ട് റെഡി ആവില്ലല്ലേ? ആ കാര്യം പറഞ്ഞ മാതിരി ചെയ്തിട്ടുണ്ട്. ശരിയായ മതി. ഹലോ, ആ ജലീല, അതും മുടങ്ങിയ ഞങ്ങൾ ഇച്ചു പറഞ്ഞ മാതിരിയൊക്കെ പറഞ്ഞേക്കണേ. ആ കുഞ്ഞുവാക്കാനേറ്റേ വർത്താനം പറഞ്ഞ് കണ്ടിരുന്നു. ആ ഒറ്റക്കണ്ടി ഇനി അയാളായിട്ട് വലിയ മുടക്കിക്കണം. അതൊന്ന് അന്വേഷിച്ച് നോക്കുന്നുണ്ട്. ആ എനിക്ക് അന്നെ തന്നെ കാത്തിക്കണേ. ശരിയാക്ക. എന്തേലേ ആ ഇങ്ങോട്ട് ഇറങ്ങി ഒരു കാര്യം പറയണ്ട, അത്യാവശ്യം വാ. ഇരിക്കൂടെ പറയാണ്ട്. വിളിച്ചെന്താ പറയും? എനിക്കാണല്ലോ എന്റെ കല്യാണം നടക്കാത്തത്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു പെണ്ണാണാൻ പോയിരുന്നു. എന്നിട്ട് അപ്പൊ ആ പെണ്ണിന്റെ പേർക്കാരെ അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരുന്നു.
ഞാൻ എന്ത് ചെയ്തത് രണ്ടാൾക്കാരോട് ഏർപ്പാടാക്കി വെച്ചിരുന്നു അവരോട് സംസാരിക്കാൻ വേണ്ടി ഇതിനെ കുറിച്ച് നല്ല പറയാൻ വേണ്ടിട്ട്. അപ്പൊ അവരെന്നെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോയിക്കണേ. പിന്നെയും പറഞ്ഞ കേട്ടത് കല്യാണം മുടങ്ങിക്കണം. അപ്പൊ എനിക്ക് സംശയം എന്താ വെച്ചാല് നമ്മുടെ നാട്ടിലൊരു കുഞ്ഞാക്കാന്നൊരു കാക്കുണ്ട്. മൂപ്പര് മുടക്കാണോ സംശയം. അപ്പൊ മൂപ്പര് മുടക്കാൻ സംശയം. അപ്പൊ എനിക്ക് തെളിവൊന്നുമില്ല എന്റെ ഒക്കെ. ഇജ്ജ് എന്ത് ചെയ്യണം, ഞാൻ മൂപ്പര് എനിക്ക് കാണിച്ചു തരാം. ഇജ്ജ് പറ്റുന്നുണ്ടെങ്കിൽ ക്യാമറ ഓൺ ആക്കിയാണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യാം, മൂപ്പരൊന്ന് കാര്യങ്ങൾ ചോദിച്ചിരണം. നമുക്ക് ഉറപ്പുവരുത്താലോ നമുക്ക് സംഭവം. സ്വകാര്യത്തില് എനിക്ക് അയാളെ കാണിച്ചു തരാം. ഇപ്പൊ ആരാള് കുഞ്ഞാക്കൻ എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ എനിക്ക് ആളെ സ്വകാര്യത്തിൽ കാണിച്ചു. ഞാൻ പതുക്കാൻ ഈ പറഞ്ഞ ഒരു കല്യാണ ആലോചന എന്നിട്ട് അതിനെ കുറിച്ച് അന്വേഷിച്ചു നോക്കട്ടെ. അയാളോട് പറ്റുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുക്കാൻ നോക്കാം. എന്നിട്ട് നമുക്ക് ഉറപ്പ് വരുത്തിയിട്ട് എന്താ ചെയ്താൽ മതി. ഉറപ്പ് ചോദിച്ചാണ് പറയാൻ നിൽക്കുന്നത്. ഈ ആളെ സ്വകാര്യത്തിൽ ഒന്ന് കാണിച്ചു തന്നാൽ മതി. ബാക്കി ഞാൻ നോക്കി എന്നിട്ട് ഞാൻ പറ്റുന്നുണ്ട് എടുത്തരാം. എന്നിട്ട് ഈ നോക്കിയാൽ മതി എന്താ ചെയ്യാം. ആയിക്കോട്ടെ, ഈ ആളെ സ്വകാര്യത്തിൽ കാണിച്ചു തന്നാൽ മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം. പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്തിട്ട് എനിക്ക് കാണിച്ചു തരാം. എന്നിട്ട് ഉറപ്പ് വരുത്തല്ലോ. എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കാര്യം അല്ല, ഞാനേ പിന്നെ ഒരാളെ കുറിച്ച് അന്വേഷിക്കാനേ ഇവിടെ പിന്നെ ഈ നമ്മളെ അങ്ങാടിയിൽ കച്ചവടം ചെയ്യുന്ന മയമാക്കല്ലേ, അയാളെ മോനെ ജലീല്, റബ്ബുൽ ജലീല്, മോനെ കുറിച്ച് അന്വേഷിക്കാനേ. കല്യാണത്തിന്റെ കേസ് മോന് പരിചയണ്ട? അതിപ്പോ കല്യാണക്കാരാണല്ലേ? അതെ. ഇവിടെ ഇരിക്ക്, എത്താൻ പറയാ. എന്താ ചെക്കെന്താ പാട്? നമ്മളെ കുട്ടികളെ കാര്യമാണ്. അപ്പോ ഈ നാട്ടിൽ പേര് അങ്ങനെ പരിചയമൊന്നുമില്ല. അപ്പൊ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ട് നിങ്ങൾ എന്താ ആ ചെക്കൻ്റെ പാട്? അതിപ്പോ എനിക്ക് കുട്ടിയെ അവന്റെ കാര്യം പറയണല്ലേ, അവനത്ര ശരിയല്ല. സത്യല്ല എന്നോട് പറയാൻ പാടില്ല. ഇനി നിങ്ങൾ പറഞ്ഞാട്ടെ, കുട്ടികളെ കാര്യല്ലേ പറഞ്ഞാളി. അതെന്താ ചെക്ക് എത്ര മോശമാകും? വള്ളടി പരിപാടി എന്തെങ്കിലും ഉണ്ടാ ചെക്കൻ്റെ അടുത്ത്? എല്ലാ പരിപാടിയും ഉണ്ട്. നിങ്ങളെ കണ്ടാ മാറി ചെയ്താൽ മതി. അല്ല, ഞാൻ ഇപ്പം എന്താ പറയാ, കുട്ടികളെ കാര്യല്ലേ. അപ്പൊ നിങ്ങൾ ഉള്ള കാര്യം പറഞ്ഞാല് ഇപ്പൊ നമുക്ക് ഉള്ള കാര്യം ഞാൻ കണ്ടാണ് ഈ പറഞ്ഞത്. അങ്ങനൊക്കെ ഉണ്ടല്ലേ. പിന്നെ എന്നാ നല്ല ഹയറായിട്ടാ ഞമ്മക്കിപ്പോ ഈ കാര്യങ്ങൾ കുട്ടികളെ കാര്യല്ലേ നിങ്ങൾ പറഞ്ഞു തന്നായി. നമുക്കിപ്പോ വേറെ ആളും കിട്ടിയില്ല. എന്നായിക്കോട്ടെ, ഞാൻ പോട്ടെ എന്നാൽ കേട്ടാ. അസ്സലാമു അലൈക്കും. ശരി. നോക്കി അടിക്കണേ. ഇങ്ങോട്ട് വരും. എന്താ പറഞ്ഞേ? നിങ്ങൾ എന്നീ പണി തുടങ്ങിയത്? എന്ത് പണി? ഈ കല്യാണം മുടക്കല്. ആരെ കല്യാണം മുടക്കുന്നത്? നിങ്ങൾ എന്റെ കല്യാണം മുടക്കിയില്ല. ഞാൻ ആരും കല്യാണം മുടക്കിയില്ല. എന്താ പെട്ടെന്ന് ഉണരണ്ട. ഇങ്ങോട്ട് നോക്കി, ഇതിൽ ഫുൾ തെളിവുണ്ട്. ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ നിങ്ങൾ പറഞ്ഞത് നിങ്ങളല്ലേ ഈ നാട്ടിലുള്ള സകല കല്യാണങ്ങളെ മുടക്കുന്നത്. കുറെ കാലൊക്കെ നിങ്ങൾ തുടങ്ങിയിട്ട് അത് ഞാനേ എനിക്ക് വന്നിട്ട് നല്ലൊരു കല്യാണം നിങ്ങൾ കൊളാക്കിയത്. ഇത്ര പ്രായം നിങ്ങൾക്ക് മരയൊക്കെ നിന്നോണ്ടി. എന്താണ് അവിടെ പ്രശ്നം? എന്താണ് ഈ തന്തന്റെ കല്യാണം മുടക്കിക്കണ്. ഇയാൾക്ക് സ്ഥിരം തന്നെ പരിപാടി. എന്താ എന്തിനാ? എന്തേ പ്രശ്നം? കുഞ്ഞുവാക്ക് അവന്റെ കല്യാണം മുടക്കിക്കുന്നല്ല. കുഞ്ഞുവാക്കേ ഇവന്റെ ഉണ്ടാവില്ലല്ലോ. അയാൾ അങ്ങനെ ചെയ്യൂലല്ലോ. അയാളെ കാര്യമായിട്ട് നടക്കുന്ന പാവം മനുഷ്യനാണല്ലോ. അത് പറഞ്ഞുകൊണ്ടാണ് അവരവിടെ തല്ലേണ്ടത്. അപ്പം വെള്ളത്തിലിട്ട് എന്തായാലും നമ്മളൊന്നാണ് പോയി വെക്കുന്ന എന്താ പ്രശ്നം? ഈ തന്തന്റെ കല്യാണം മുടക്കിക്കണ്. കുഞ്ഞുവാക്കേ ഇയാൾക്ക് തന്നെ സ്ഥിരം പരിപാടി. കുഞ്ഞുവാക്ക അങ്ങനെ ചെയ്യൂലല്ലോ. ഇയാൾ ഈ നാട്ടിലുള്ള സകല ചെക്കന്മാരെ കല്യാണം ഇയാളെ മുടക്കുന്നത്. തന്നെ കുഞ്ഞുവാക്ക നിങ്ങൾ അവന്റെ കല്യാണം മുടക്കിയെന്നാ തെളിവാണെങ്കിൽ ഈ ഫോണിലുണ്ട്. കുഞ്ഞുവാക്ക നിന്നോട് ഒരു അന്വേഷണം വന്ന ഓനെ പറ്റി അറിയണ്ട്. അത് ഞാൻ എനിക്ക് അറിയുന്ന പറഞ്ഞോട്ട് ഞാൻ അവരെ കല്യാണം മുടക്കി. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്താ അറിയാ? ഇജോ എന്റെ കൂട്ടുകാരന്മാർ കൂടി വെള്ളം അടിക്കുന്നത് ഞാൻ കണ്ടാണ്. അത് എൻ്റെ ഉപ്പനോട് ഞാൻ പോയി പറഞ്ഞു. എൻ്റെ ഉപ്പ പറഞ്ഞ എൻ്റെ മോനാവുന്ന ചെയ്യൂല. ഞാൻ എൻ്റെ കണ്ണോട് കണ്ടതാ. അപ്പൊ കാക്ക നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നോക്കിയാ പോരെ? അല്ലോ എന്തിന്റെ ഉപ്പാക്ക് പറ്റി? എന്ത് ഇപ്പ എന്തുണ്ടായത്? ആരെങ്ങളെ കാട്ടിയത്? എന്തുണ്ടായി? വാപ്പന്റെ കല്യാണം മുടക്കിക്കണ്. ഇന്റെ ഉപ്പ അങ്ങനൊന്നും ചെയ്യൂലേ. എന്നാലും എന്റെ ഉപ്പാനെ ഈ കോലം കാട്ടിയല്ല, അല്ലെങ്കിലേ ഉപ്പാക്ക് വയ്യാത്തതാണ്. ഞാൻ പറയാൻ കാരണം എന്താന്ന് പറയാ,
ഇന്ത്യ ഈ കുട്ടിയുടെ ഗതികേട് മറ്റൊരു പെൺകുട്ടിക്ക് വരരുത്. അത് ഞങ്ങള് അയാൾ പറഞ്ഞത് ശരിയാണ്. അയാളെ ജീവിതകാലത്ത് സകല സമ്പാദ്യങ്ങളും കൊടുത്തിട്ടാണ് ഈ മകളെ അയാൾ കെട്ടിച്ചത്. ഈ സാധു മനുഷ്യന് അന്ന് 2 ലക്ഷം റുപ്യ സ്ത്രീധനും 50 പവനും കൊടുത്തിട്ടാണ് ആ കുട്ടീനെ കെട്ടിച്ചത്. അതിന്റെ ഗതി എനിക്കറിയോ? അവനൊരു മുഴു കുടിയനായിരുന്നു. അവളെ സ്വർണ്ണവും മറ്റും എല്ലാം അവൻ വിറ്റ് തൊലിച്ച് അവസാനം ഒരു നിവൃത്തിയില്ലാതെ കണ്ണീരും കയ്യേറ്റിപ്പോ വീട്ടിൽ കൈ അവിടെ കൊടുന്നാക്കിക്ക അവളെ. ഇനിയിപ്പോ നാട്ടുകാർ എന്താ വെച്ച് ഇതുപോലുള്ളൊരു ഗതികേട് മറ്റൊരു കുട്ടിക്ക് വരരുതെന്ന് കരുതിയിട്ടാണ് അയാൾ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞത്. അത് കല്യാണം മുടക്കലല്ല. ഒരു കാര്യം അന്വേഷിക്കുമ്പോൾ അതിന്റെ നേരായ കാര്യങ്ങൾ പറയൽ ഒരാളുടെ കടമയാണ്. പലരും കല്യാണം മുടക്കുക എന്നുള്ള പേരുദോഷം കിട്ടും എന്നതുകൊണ്ട് പലരും കാര്യങ്ങൾ പറയില്ല. ഇത് എല്ലാവർക്കും ഒരു പാടാവണം. നമ്മുടെ നാട്ടിലെ നല്ല ചെറുപ്പക്കാരെ കുറിച്ച് വളരെ കുത്തിത്തിരിപ്പുണ്ടാക്കി കല്യാണം മുടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ കുറിച്ചല്ല പറയുന്നത്. പക്ഷെ വളരെ മോശമായിട്ട് നടക്കുന്ന ചെറുപ്പക്കാരെ കുറിച്ച് അന്വേഷണം വരുമ്പോൾ അതിൻ്റെ നേരായ കാര്യങ്ങൾ പറഞ്ഞിട്ട് കല്യാണം മുടക്കി എന്നുള്ളൊരു പേരുദോഷം കേട്ടാലും ഒരു കുട്ടിയുടെ ജീവിതം രക്ഷപ്പെടുത്താനും വേണ്ടി നിങ്ങൾക്ക് കഴിയും. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളോട് അന്വേഷിക്കുന്നത് നാളത്തെ ഒരു ജീവിതത്തെക്കുറിച്ചാണ് എന്ന ഉത്തമ ബോധത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം.